സ്ഥാപിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കടലോരത്ത് നല്ല സ്ഥലങ്ങൾ തേടി നടന്ന ഒരു കാലമുണ്ട്. അത് 92 തൊട്ട് 93 വരെയുള്ള 2 കൊല്ല കാലമാണ്. അപ്പോൾ അതിനുവേണ്ടി സ്ഥലം തിരക്കി നടക്കുകയാണ്. അത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി ജപമാല കൈ തൂക്കി പിടിച്ച് കൊള്ളാവുന്ന തീരദേശത്ത് തുമ്പോടി മുതൽ അർത്തുങ്ക വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ച് നടത്തി. സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. പല സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടുപിടിച്ചു. ഒരു സ്ഥലം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെത്തിയിൽ പുഴ കടലിൽ ചെന്ന് പതിക്കുന്ന ഒരു തുറമുഖം പോലെയുള്ള ഒരു അഴിമുഖമുണ്ട്, റോഡും ഉണ്ട്. അപ്പോൾ ആ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളതുകൊണ്ട് അപേക്ഷ വെച്ച് പള്ളിയിൽ. പക്ഷേ വികാരിച്ചൻ ഓക്കെയാണ്. പള്ളി കമ്മിറ്റിയിൽ 6 മാസം ഞങ്ങൾ പുറത്ത് നിന്ന് സമ്മർദ്ദം ചെയ്തിട്ടാണ് പള്ളി കമ്മിറ്റിയെ കൊണ്ട് അങ്ങനെ ഒരു റെസൊല്യൂഷൻ എടുപ്പിക്കാൻ ഒത്തത്. അത് ബിഷപ്പ് ഹൗസിൽ കൊടുത്ത് പ്രൊസീഡിങ്സ് അനുസരിച്ച് ബിഷപ്പിൻ്റെ സാങ്ഷൻ വരണം. ആ ബിഷപ്പിൻ്റെ സാങ്ഷൻ വരുമ്പോൾ തന്നെ 3/4 കൊല്ലമായി. ദാറ്റ് മീൻസ് എങ്ങനെയായാലും 1 ലക്ഷം ജപമാല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. 1 ലക്ഷം ജപമാലയാണ് അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇപ്പം നിങ്ങൾ ഈ വിഷയം കേൾക്കണം. നിങ്ങൾ കുറച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ട് അയ്യോ അത് ദൈവം കേട്ടില്ല അതിനെ കൂനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന മുടക്കി പള്ളിപ്പൊക്കെ മുടക്കിയൊക്കെ കുറേ ആൾക്കാർ നടക്കണില്ലേ, അവരെ ഈ വിഷയം ശ്രദ്ധിച്ച് കേൾക്കണം ശരിക്കും. കാര്യം ഞങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥനയിൽ നമുക്ക് റിട്ടേൺസ് ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നിരാശയില്ലല്ലോ. പക്ഷേ ബിഷപ്പിടയ്ക്കൊന്നും ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയ കമ്മിറ്റിക്കാർ തന്നെ അതിൽ 2-3 പേര് തല തുണിയിട്ട് ബിഷപ്പിൻ്റെ അടുത്ത് പോയി എതിരഭിപ്രായം പറഞ്ഞെന്നാണ് കേട്ടത്. അതുകൊണ്ട് ബിഷപ്പ് സാങ്ഷൻ തന്നില്ല, ആ സ്ഥലം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. സ്വാഭാവികമായിട്ട് നമുക്ക് നിരാശയും. അപ്പോൾ ഞങ്ങളുടെ ചില ആൾക്കാർ തിരക്കിയത് ഈ തലേ തുണിയിട്ട് ബിഷപ്പിൻ്റെ അടുത്ത് പോയ ആരാണ്, പാര വെച്ചത് ആരാണ്, സൂചി വെച്ചത് ആരാണെന്ന് അറിയാം. അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയണത്. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദി ആരാണ് നമ്മൾ തിരക്കും. മാപ്പുസാക്ഷി ആരാണത്, അവനോട് തിരിച്ചു പണിയാൻ വേണ്ടിയായിരിക്കും. ഇപ്പം വൈരാഗ്യത്തോടെ ഭൗതികമായിട്ട് അറ്റാക്ക് ചെയ്തില്ലെങ്കിലും ആളെ മനസ്സിലാക്കി വെക്കാവില്ല എന്നൊക്കെ ഉള്ള ഒരു മാനുഷികമായ ഞാൻ പറയും ഇങ്ങനെ ഒരു ധാരണ വേണ്ടെന്ന് അച്ഛൻ്റെ അഭിപ്രായം. ഇങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിന് കളയണം. മനസ്സിന് ഭാരമാണ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നാതിരുന്നില്ല, മാനുഷികമായിട്ട് വിഷമം തോന്നി. കാര്യം നമ്മൾ ഇത്രയും അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛോ അച്ഛനെ അറിയാമായിരുന്നു ഇത് ഇങ്ങനെ നടക്കത്തില്ലെന്നെങ്കിൽ പിന്നെ ഞങ്ങളെ നേരത്തെ റിലീവ് ചെയ്തിരുന്നെങ്കിൽ വേറെ സ്ഥലം കണ്ടുപിടിക്കാമായിരുന്നല്ലോ, വെറുതെ 1 വർഷം പോയില്ലേ എന്നൊക്കെ ഞാൻ അച്ഛനോട് സംസാരിച്ചു. ശാന്തവും സൗമ്യമായി സംസാരിച്ചു. അല്ല എനിക്കറിയത്തില്ലായിരുന്നു, അച്ഛൻ പറഞ്ഞു ഇല്ല അത് പുതിയ എന്തോ ഡെവലപ്മെൻറ്റ്സ് ആണ്, അറിയത്തില്ല, പള്ളി സ്ഥലം വിൽക്കേണ്ട എന്നുള്ളത് പോളിസി മാറ്ററാണ്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. ആ വിഷയം അങ്ങനെ പോയി. പക്ഷേ ഈ വിഷയം ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരോടാ? ജീവിക്കണ ദൈവത്തോടാണ് പ്രാർത്ഥിക്കണത്. ജീവിക്കണ ദൈവത്തോടാണ് പ്രാർത്ഥിക്കണം എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കേട്ടിരിക്കും. ഒരു ഭൂമക്കത്ത് അല്ല ഒരു കത്തെൻ്റെ വന്നിക്കാലല്ലേ, ആ കത്തിതായിരുന്നു എൻ്റെ ഒരു അച്ഛൻ എഴുതിയതാണ്, എൻ്റെ ഒരു സുഹൃത്ത് അച്ഛൻ, എൻ്റെ ഈ സീനിയർ പ്രീസ്റ്റ് എഴുതിയാണ്. ജോസഫ് സ്ഥലം നിങ്ങൾ അന്വേഷിക്കണമെന്ന് കേട്ടു, ഒന്ന് ചിന്തിച്ച് നോക്കിയേ, സ്ഥലം കൃപാസനം കടലോരത്താണ് വരേണ്ടത്, അത് നാഷണൽ ഹൈവേയിലല്ലേ വരേണ്ടതെന്ന് ചോദിച്ചു. അത്രയേ ഉള്ളൂ കത്ത്. യു ജസ്റ്റ് തിങ്ക് ഓവർ ഇറ്റ്. അതാണ് കത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ അച്ഛനെ പിന്നീട് കണ്ടു. ഞാൻ പറഞ്ഞു അച്ഛാ കത്ത് കിട്ടി സന്തോഷം, പക്ഷേ നമുക്ക് പൈസ ഇല്ലല്ലോ, നാഷണൽ ഹൈവേയിൽ സ്ഥലം മേടിക്കാൻ കാശില്ല, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണില്ല. തന്നെയല്ലേ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം എന്നോട് ബന്ധപ്പെട്ട് അക്കാലം പ്രവർത്തിക്കുന്നവരെല്ലാം കടലോരത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരിപ്പോൾ നാഷണൽ ഹൈവേയിൽ അകലെ വന്നിട്ട് പ്രത്യേകിച്ച് ധ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ അറിയത്തില്ല, അവർ വരുമോ ഇല്ല അറിയത്, മറ്റുള്ളവർ അറിയാൻ പറ്റില്ല, അതുകൊണ്ട് വരത്തുമില്ല. അങ്ങനെ അതുകൊണ്ടൊരു പ്രാക്ടിക്കൽ പോയിൻ്റ് അല്ലത്. അന്ന് എനിക്ക് അങ്ങനെ തോന്നിയത്. എന്നീ പ്രശ്നം വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ ബുദ്ധി നിലവിലിരിക്കുന്ന അറിവൊക്കെ വെച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ കാര്യങ്ങളെ അളക്കണം. അതുകൊണ്ടുള്ള പോരായ്മയാണ്. അപ്പോൾ ഞാൻ ആ വിഷയം ലീവ് ചെയ്യണമെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു അച്ഛാ നാഷണൽ ഹൈവേയിലാണ് എൻ്റെ ഒരു പള്ളിയുള്ളത്, എനിക്കൊരു പള്ളിയുണ്ട്, അവിടെ ഒരു ദിവ്യകാരുണ്യമുണ്ട്, എൻ്റെ ഒരു കാലം തീരാൻ പോവുകയാണ്. ഫ്രാൻസിസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ബ്രദറായിരുന്നു, ബ്രദർഹുഡിൽ അൽമയ ബ്രദർഹുഡായിട്ട് ജീവിച്ച ആളാണ്. എനിക്ക് ഈ സ്ഥലം അച്ഛന് തരണമെന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛനെ കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ട് തരും,
കുറച്ച് സ്ഥലം ഞാൻ അച്ഛൻ എനിക്ക് എൻ്റെ അടുത്ത് വിലക്ക് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറ്റേ കത്ത് വന്നില്ലേ, അത് കാരണം ഞാൻ ഓർത്തു ഇതിൻ്റെ അകത്ത് കർത്താവിൻ്റെ എന്തോ കളിയുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞു. ഞാൻ സ്ഥലം വന്ന് കണ്ടു. ഒരു 3 മാസം മുമ്പ് ഞാൻ പ്രമാണം ചെയ്തു. അന്നും പ്രമാണം ചെയ്തിട്ടേ ഉള്ളൂ 3 മാസം. കുറേ എന്താ കാര്യം, ഇവിടെ ആളില്ല, ഒന്നുമില്ല, ഒരു ചെറിയ കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലം. എൻ്റെ കാശുമില്ലാതെ എൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യാനുള്ള കാശുമില്ല. എന്നാലും സ്ഥലം കിട്ടിയതുകൊണ്ട് അങ്ങനെ എടുത്തു. പക്ഷേ നമ്മൾ ഇന്ന് നോക്കുമ്പോഴേ വേറെ ഒരു സത്യം കാണുന്നുണ്ട് എൻ്റെ അകത്ത്. ധ്യാനകേന്ദ്രം വളർന്നു, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഇപ്പോൾ 10,000 മനുഷ്യർ ഇവിടെ വന്ന് ധ്യാനിച്ച് പോകുന്നുണ്ട്. അതൊക്കെ അമ്മയുടെ കാര്യങ്ങളാണ്. അതല്ല ഞാൻ ചിന്തിച്ചത്. അന്ന് ആ സ്ഥലം കിട്ടിയിരുന്നെങ്കിലുള്ള പ്രശ്നമാണ്. ഞാൻ ഇന്ന് ആ സ്ഥലത്ത് പോയി നോക്കുമ്പോഴേ ആ സ്ഥലത്തിൻ്റെ അന്നവിടെ പാലമില്ല, പുഴയ്ക്കെതിരെ ചെറിയ പാലമേ ഉള്ളൂ. ഇന്ന് ഗവൺമെൻറ് ആ പാലം പൊളിഞ്ഞപ്പോൾ ഗവൺമെൻറ് വലിയ പാലം ഉണ്ടാക്കിയപ്പോൾ എന്നാ വരുന്നത് ചെയ്യാവോ, ഈ നമുക്ക് ആ സ്ഥലം, പള്ളിയുടെ സ്ഥലം കിട്ടിയിരുന്നെങ്കിലേ ആ സ്ഥലത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇന്നിപ്പോൾ ഗോവേണി വെക്കണം, വണ്ടിയൊന്നും പോകത്തില്ല. അതാണ് വന്നിരിക്കുന്ന ഏറ്റവും വലിയ. അതായത് നമ്മൾ ചിന്തിച്ചിട്ട് കർത്താവിൻ്റെ കണ്ണുനീരോടെ നമ്മൾ നന്ദി പറഞ്ഞു പോകും. കാര്യം അന്ന് ഇടിച്ചിലെ സ്ഥലം നമ്മുടെ പെടയ്ക്ക് വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഗവേണിക്ക് വേണ്ടി ആൾക്കാർക്ക് റോഡിലാണെങ്കിൽ സ്ഥലമില്ല, വണ്ടി ഇടാൻ പോലും അവിടേക്ക് സ്ഥലമില്ല, പിന്നെ ഇറങ്ങി നിന്നാൽ സ്ഥലമില്ല. താഴേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ചവിട്ടി ഇറങ്ങേണ്ടി വരും, നമ്മൾ സ്റ്റെപ്പിന് ഇറങ്ങേണ്ടി വരും. ആ ഒരു ഗതി. പക്ഷേ അന്ന് ആ സ്ഥലത്ത് ആ പ്രശ്നമില്ല, റോഡും ആ സ്ഥലവും തമ്മിൽ ഒരേ ലെവലായിരുന്നു. അപ്പോൾ ഈശോക്കറിയാമായിരുന്നു അവിടെ പാലം വരാൻ പോണ കാര്യവും ആ സ്ഥലം നമ്മളുടെ പെടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നാളെ കാര്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാലവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ആകപ്പാട് ധ്യാനകേന്ദ്രത്തിന് ഒരു മുന്നോട്ട് റൺ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഈശോ അതിനേക്കാൾ ബെസ്റ്റായിട്ടുള്ള സ്ഥലം. അതായത് ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുമേ, ഒരിക്കലും ഈശോയോട് കംപ്ലൈൻറ്റ് ചെയ്യരുത്. ദൈവത്തിന് അറിയാം നിനക്ക് എന്ത് വേണമെന്ന്, ദൈവത്തിനറിയാം നിനക്ക് എപ്പോൾ വേണമെന്ന്. അപ്പോൾ സ്ഥലം നിശ്ചയിക്കാനും സമയം നിശ്ചയിക്കാനും ദൈവത്തിന് അധികം ടൈം ആൻഡ് പ്ലേസ്. എപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഭൗതിക ഉന്നമനത്തിൻ്റെ സ്ഥലങ്ങൾ സമയങ്ങൾ നിശ്ചയിക്കാൻ ദൈവത്തിന് നീ വിട്ടുകൊടുക്കുമ്പോൾ അതിന് സമർപ്പണം എന്നാ പേര്. പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെ, പ്രാർത്ഥിക്കുന്നവർക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് സമർപ്പണം. സമർപ്പണം അറിയാൻ പാടാത്ത ആൾക്കാർ പ്രാർത്ഥിക്കാൻ നിൽക്കണ്ട. കാര്യം പ്രാർത്ഥന സമർപ്പണമാണ്. സമർപ്പണ പ്രാർത്ഥനയിലൂടെ ദൈവത്തിനെ പ്രത്യാശിച്ചുകൊണ്ട് മുന്നേറുന്ന വ്യക്തി ഞെരുക്കത്തിലൂടെയാണ് പോകണമെങ്കിൽ അവൻ ജീവൻ്റെ മാർഗത്തിലാണെന്ന് കൂടി തിരിച്ചറിയാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങൾക്ക് ഈ നിമിഷം പോലും ഞങ്ങൾക്ക് നീ പറഞ്ഞു തന്ന ദൈവിക ജ്ഞാനങ്ങൾ ഞങ്ങളുടെ എല്ലാ താഴ്ന്നപ്പിശകളെയും അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിൻ്റെ മനസ്സ് വരെ കാത്തിരുന്നുകൊണ്ട് ഞങ്ങൾ നിരാശരാകാതെ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയിൽ ഉത്തരത്തിന് താമസം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കി മുന്നേറി കർത്താവെ നിന്നെ സമർപ്പിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയിൽ നിറയാൻ സഹായിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ നിരവധിയായ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെയെല്ലാം ദൈവഹിതം നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനബോധ്യത്തെ ഓർത്ത് അതി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കരകളടിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി ദൈവസ്നേഹത്തോടുകൂടി നമുക്ക് കർത്താവിനെ വാഴ്ത്തിപ്പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. വിശ്വാസത്തോടുകൂടി എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ,
എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കള് ഇപ്പോൾ ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ, അവിടെ ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ, അവിടെ ജീവിതത്തിലെ റിപ്പോർട്ടുകൾ സമർപ്പിക്കട്ടെ, അവിടെ ജീവിതത്തിൽ കുടുംബാവസ്ഥകൾ സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എൻ കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എൻ കൂടെയുണ്ട്. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. യേശുവേ ഹല്ലേലൂയ. ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവായ ദൈവമേ. ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിത സങ്കടങ്ങള് ഉപവാസത്തിന്റെ ഉടമ്പടിയെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള നിയോഗങ്ങള്, ഉടമ്പടി സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങള്, സന്താനമില്ലാത്ത അവസ്ഥകള്, ഭവനമില്ലാത്ത അവസ്ഥകള്, കുടുംബമില്ലാത്ത അവസ്ഥകള്, ബാങ്കിൽ ലോണിന് അപേക്ഷിച്ചിട്ട് കിട്ടാത്ത അവസ്ഥകള്, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകള്, കുടുംബത്തിന്റെ സമാധാനമില്ലായ്മ, കുടുംബത്തിന്റെ രോഗങ്ങള്, വിട്ടുമാറാത്ത രോഗങ്ങള്, മാരക രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ലിവർ രോഗികള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനത്തിൻ്റെ പിൻബലത്തോടുകൂടി നമ്മുടെ വിശ്വാസങ്ങൾ ആഴപ്പെടാൻ വേണ്ടി നമ്മൾ സാക്ഷ്യം പ്രാർത്ഥനാപൂർവ്വം കേൾക്കുകയാണ്. സാക്ഷ്യം കേട്ടതിന് ശേഷം അതേ അനുഭവം നമ്മൾക്കും ലഭിക്കാൻ നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് സാക്ഷ്യം ശ്രമിക്കാം.